நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ് ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇന്നുവരെ ഞാൻ ഏറ്റെടുത്ത ഒരു കേസും പാഴായി പോയിട്ടില്ല. ആ ഒരു വിശ്വാസം മാത്രം മതി എനിക്ക് എന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ. ഭാവനയുടെ മേൽ ആന്റിക്കുള്ള ദേഷ്യത്തിനും വിശ്വാസമില്ലായ്മയ്ക്കും ഇതോടൊരു പരിഹാരം ഉണ്ടാവണം അജുവേട്ടാ. അതിനാദ്യം സൂര്യയുടെ അക്കൗണ്ടിൽ നിന്ന് പോയ പണം എവിടെയെന്ന് അറിയണം. എനിക്കിപ്പോഴും സംശയം ആ മാനസയും അവളുടെ കുടുംബത്തെയും തന്നെ. പക്ഷേ അവളങ്ങനൊന്നും ചെയ്യില്ലെന്നല്ലേ ഭാവന പറയുന്നേ. ഭാവനയ്ക്ക് എല്ലാവരും വിശ്വാസമാണല്ലോ. അത് മാറ്റാൻ പറ്റില്ലല്ലോ അജുവേട്ടാ. അവൾ അങ്ങനെ ആയിപ്പോയില്ലേ. ആ, അതുകൊണ്ടാണ് ഇതുപോലുള്ള തിരിച്ചടികളൊക്കെ കിട്ടുന്നത്. ഭാവനയാ എടുക്കും. ആ, നിങ്ങളെത്തിയോ? ഞങ്ങൾ പുറത്തു നിപ്പുണ്ട്. ആ, ഞങ്ങളെത്തി. ദേ അകത്തുണ്ട്. ആ ശരി, ഞങ്ങളിതാ വരുന്നു. ശരി. അവരകത്തുണ്ടെന്ന്. താനം കൊണ്ട് ചെല്ല്, ഞാനിപ്പോ വരാം. ഭാവന, നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായോ? ഞങ്ങൾ നേരത്തെ വന്നു. അർജുൻ എങ്ങോട്ട് പോയി? അജുവേട്ടൻ അവിടെ ഉണ്ട്, ഇപ്പൊ വരും. മോളെ, അർജുൻ എന്തെങ്കിലും പറഞ്ഞോ? നമുക്ക് ദോഷമായിട്ടൊന്നും വരില്ലല്ലോ അല്ലേ? അങ്കിള് ധൈര്യമായിട്ടിരിക്കെ. അങ്കിളെ, നമ്മൾ ഇവിടുന്ന് സൂര്യൻ കൊണ്ടേ പോവൂ. ഇന്ന് പുലർച്ചെ വരെ അജുവേട്ടൻ ഉറങ്ങിയിട്ടേയില്ല. ഈ കേസ് നമ്മൾ പുഷ്പം പോലെ ജയിക്കും. എനിക്ക് വിശ്വാസമുണ്ട് മോളെ. പക്ഷേ നമ്മൾ എതിർക്കുന്നത് നമ്മളെ പോലെ തന്നെ പ്രബലരായ ഒരു ടീമിനെയാണ്. എനിക്ക് അർജുൻ സൂര്യയെ പോലെയാണ്. അവനും എൻ്റെ മകൻ തന്നെയാ. അർജുൻ പരമാവധി ശ്രമിക്കുമെന്ന് എനിക്കറിയാം. അങ്കിളെ, അർജുനും പൂജയും ചേർന്ന് വന്നാ പരാജയം ഉണ്ടാവില്ല. എന്റെ വിവാഹം നടന്ന ദിവസം ദൈവം പോലും ഇവരുടെ മുമ്പിൽ തോറ്റു. ദൈവവിധിയെ പോലും ഇവർ മറികടന്നു. ഇവരുള്ളപ്പോ എനിക്കൊരു പേടിയുമില്ല. നമ്മൾ തീവ്രമായി എന്തെങ്കിലും ആഗ്രഹിച്ച ഈ പ്രപഞ്ചം തന്നെ അത് നടപ്പിലാക്കാൻ ഗൂഢാലോചന നടത്തുന്ന ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതവും. ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കാം, അത് നേടിയിരിക്കും. അത് തീവ്രമായി നമ്മൾ ആഗ്രഹിച്ചാൽ ഒന്നും അസാധ്യമാവില്ല. അത് ശരിയാ പൂജ. നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ച ദൈവം നമ്മളെ കൊണ്ട് അത് നേടിത്തരും. എനിക്കാകെയുള്ളൊരു സങ്കടം സൂര്യ കോടതിയിൽ കൊണ്ടുപോകുമ്പോ ഒരു കുറ്റവാളിയെ പോലെ തല കുമ്പിട്ട് ജഡ്ജിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും എന്നുള്ളത് മാത്രം. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമോ ഭാവന. ഇത്തരം പരീക്ഷണങ്ങളൊക്കെ നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കും. പിന്നെ ജഡ്ജിയുടെ മുമ്പിൽ കുറ്റവാളിയെ പോലെ തല കുനിച്ച് സൂര്യ എന്തിനു നിൽക്കണം? തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം. നമുക്ക് കുറ്റബോധം ഇല്ലെങ്കിൽ, ചെയ്ത കാര്യങ്ങളിൽ സത്യം ഉണ്ടെന്ന വിശ്വാസം ഉണ്ടെങ്കിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം. പെട്ടെന്നിങ്ങനെ അവിചാരിതമായിട്ടുള്ള ചില ബുദ്ധിമുട്ടലുകൾ ഉണ്ടാവുമ്പോ മനസ്സിന്റെ സമനില തെറ്റിപ്പോവും. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ പകച്ചു പോവും. എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അതിനെ വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും. എന്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത് അതാ. ഭാവനയ്ക്ക് പിന്നിൽ ഞങ്ങളുണ്ട്. ധൈര്യമായിട്ടിരിക്കെ. മോളുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോ എന്നൊന്നില്ലാത്തൊരു ധൈര്യം മനസ്സിൽ തോന്നാ. നമ്മള് തീർച്ചയായിട്ടും ജയിക്കുന്നൊരു ഉറപ്പ് ഇപ്പൊ മനസ്സിൽ തോന്നുന്നു. പൂജ പറയുന്ന വെച്ച് നോക്കുമ്പോ നമ്മൾ തോൽക്കാനുള്ള ഒരു സാധ്യതയില്ല. സുജിത് മേനോന് കാശ് കിട്ടിയ അയാള് പിന്മാറും. തന്ന കാശിന് അയാള് കോമ്പൻസേഷൻ ചോദിക്കും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇതൊരു സിവിൽ മാറ്ററാ. ഇതിന് അറസ്റ്റും ശിക്ഷയൊന്നും ആവശ്യമില്ല. ക്രിമിനൽ കേസിനാണ് അതൊക്കെ വേണ്ടിവരിക. പണം പറ്റിച്ചു എന്നൊരു മൊഴിയിലാണ് സൂര്യ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതെന്തായാലും ഒന്ന് പൊളിയും. കേസ് ഉടനെ വിളിക്കുമായിരിക്കും. നമുക്ക് അങ്ങോട്ട് പോയാലോ? വാ.
സാർ, ഞാൻ ഇദ്ദേഹത്തിന്റെ വക്കീലാണ്. എനിക്ക് ഇദ്ദേഹത്തോടൊന്ന് സംസാരിക്കാനുണ്ട്. ഓക്കെ. വാ. ആ, നീ എന്തിനാ ഇങ്ങനെ മൂഡൌട്ടാവുന്നത്? എടാ, നീ എനിക്ക് 2 മണിക്കൂർ താ, ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. എങ്ങനെ മൂഡ് ഔട്ട് ആവാതിരിക്കും അർജുൻ? ഇതൊന്നും എനിക്ക് പരിചയമുള്ള കാര്യങ്ങളല്ലല്ലോ. ഏയ്, ടേക്ക് ഇറ്റ് ഈസി മാൻ. ചില സമയങ്ങളിൽ ഇങ്ങനെയും ജീവിതത്തിലുണ്ടാവും. അതൊക്കെ നമ്മൾ നേരിട്ടില്ലേ മതിയാവും. എൻ്റെ കാര്യം തന്നെ നിനക്കറിയാമല്ലോ. ഒരുപാട് നിരപരാധികളെ രക്ഷിച്ചിട്ടുള്ള ആളാണ് ഞാൻ. എന്നിട്ട് എനിക്ക് ഫേസ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ എന്തെല്ലാമാ? വളരെ സത്യസന്ധമായിട്ട് ഞാൻ എൻ്റെ പ്രൊഫഷനെ കൊണ്ടുപോയത്. ഒടുവിൽ എനിക്ക് പറ്റിയത്. എടാ, ഞാൻ ചെയ്ത കുറ്റത്തിനാണോ ലോക്കപ്പിലാക്കപ്പെട്ടതും അപമാനിക്കപ്പെട്ടതും? മനുഷ്യജീവിതമാകുമ്പോൾ പല പ്രതിബന്ധങ്ങളും നമ്മൾ തരണം ചെയ്യേണ്ടി വരും. ചെകുത്താനും ദൈവവും ഉണ്ടെന്ന് പറയുന്നത് പോലെയാണ് ശരിയും തെറ്റും. പക്ഷേ ഒടുവിൽ ശരി തന്നെ ജയിക്കും. അവിടെയാണ് ദൈവത്തിന്റെ കാവലുണ്ടെന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കേണ്ടത്. ചിലപ്പോൾ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നത്. എടാ, നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? ആദ്യം സ്വയം വിശ്വസിക്കേ, നീ ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അത് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടത് എൻ്റെ ജോലിയാ. ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്നത് ആ വ്യക്തിക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലിന്റെ കഴിവുകേടായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ നീ ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോഴും എനിക്ക് മനസ്സിലാത്തത് മറ്റൊന്നാ. പെട്ടെന്നൊരു ദിവസം സുജിത് മേനോൻ ആന്റി വിളിച്ച് ആ പ്രോജക്റ്റിൽ സഹകരിക്കാൻ താല്പര്യമില്ലെന്നും അഡ്വാൻസ് തന്ന കാശ് തിരികെ വേണമെന്ന് പറയുന്നു. അതനുസരിച്ച് നീ കാശ് തിരികെ കൊടുക്കാൻ പോകുമ്പോൾ അക്കൗണ്ടിൽ നിന്ന് കാശ് പോയതായിട്ട് കാണുന്നു. അതും ഒറ്റ ദിവസത്തെ വ്യത്യാസത്തിൽ. ശരിയല്ലേ? അതെ, ഈ ഒരു കാര്യം ഞാനും ആലോചിച്ചത്. അപ്പോ നിന്റെ അക്കൗണ്ടിൽ ആ കാശ് ഇല്ലെന്ന് അറിഞ്ഞിട്ടാണോ സുജിത് മേനോൻ കാശ് തിരിച്ചാവശ്യപ്പെട്ടത്? അതെ അർജുൻ, ഒരു ലോജിക്കും ഇല്ലാത്ത തരത്തില് അയാൾ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത്. അയാൾക്ക് പണം തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞാനാണ് 10 കോടി രൂപ വിദേശ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് അയാൾ പരാതി പറഞ്ഞിരിക്കുന്നത്. അല്ല, നിന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയ വിവരം അയാൾ എങ്ങനെ കൃത്യമായിട്ട് അറിഞ്ഞു? ക്യാഷ് പോയ വിവരം അറിഞ്ഞ് ഞാനും അച്ഛനും കൂടി ബാങ്കിൽ പോയി മാനേജറെ കണ്ടിരുന്നു. തുടർന്ന് കംപ്ലൈന്റും ചെയ്തിരുന്നു. ഈ വിവരമൊക്കെ സുജിത് മേനോൻ അറിഞ്ഞതുകൊണ്ടാവും എനിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തത്. ഇവിടെ 2 രീതിയിൽ വേണമെങ്കിൽ സംശയിക്കാം. ഒന്ന്, ഈ കാശ് പോയതിന് പിന്നിൽ സുജിത് മേനോന് പങ്കുണ്ടാവാം. രണ്ടാമത്, നീ പറഞ്ഞതുപോലെ ബാങ്കിൽ നിന്നും ഈ വിവരം അറിഞ്ഞതിന് ശേഷം കംപ്ലൈന്റ് ചെയ്തതോ ആവാം. കാശ് പോയതിന് പിന്നിൽ സുജിത് മേനോന്റെ പങ്കുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അതെന്താ? അയാൾക്ക് അങ്ങനെ ചിന്തിച്ചുകൂടെ? സുജിത് മേനോൻ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഇത്തരം ഒരു കേസ് തെളിയിക്കപ്പെട്ടാൽ അത് അദ്ദേഹത്തിന്റെ ഇമേജിനെ കാര്യമായിട്ട് ബാധിക്കും. അതും ശരിയാണ്. അപ്പോ കാശ് പോയത് മറ്റൊരു വഴിക്കാണെന്നുള്ള കാര്യം ഉറപ്പാണ്. അതെ. ഓക്കെ സൂര്യ, തൽക്കാലം ഇത്രയും മതി. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. താവാ.